മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ് അവതരിപ്പിക്കുന്നു നിക്ഷേപത്തിനുള്ള ശരിയായ ചുവട്. ന്യൂസ് 18 നെറ്റ്വർക്ക് എന്നിവയുമായി സഹകരിച്ച്. നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത്. എൻ്റെ പേര് ബിനി. ഞാൻ ആകാശവാണി കൊച്ചി FM-ൽ അനൗൺസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ മാരേജിന് ശേഷമാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ ഫാദർ ഇൻ ലോ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. പപ്പ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പപ്പ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റെല്ലാം ഡ്രാസ്റ്റിക്കലി ഡൗൺ ആയി. അത് കഴിഞ്ഞ് ഒരു 2021 സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടുമെന്ന്. ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ കുട്ടികളുടെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെൻറ്റ്, എനിക്കിപ്പം പെൻഷനില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗോൾ സെറ്റ് ചെയ്ത് ഓരോന്നിനും ഓരോ ടൈം ഡ്യൂറേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ വീട് പണിയേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു SIP, ഒരു കാർ വാങ്ങേണ്ട ആൾക്കാണെങ്കിൽ അതിന് പറ്റിയൊരു SIP, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം ആസ് ഏർലി ആസ് പോസിബിൾ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ് അവതരിപ്പിക്കുന്നു നിക്ഷേപത്തിനുള്ള ശരിയായ ചുവട്. ന്യൂസ് 18 നെറ്റ്വർക്ക് എന്നിവയുമായി സഹകരിച്ച്.